ഉള്ളിൽ സിനിമാ മോഹവുമായി സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ പക്ഷേ സിനിമാ ലോകം അങ്ങ് കൈവെടിയുകയാണ്. അത് കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രമാക്കി മുമ്പിൽ നിർത്തിയപ്പോൾ ഇദ്ദേഹം അവരെ നോക്കി പറഞ്ഞു, നീയൊക്കെ നോക്കിക്കോ, നാളെ ഞാൻ എൻ്റെ മകനെ സിനിമാ നടനാക്കും എന്ന് പറയുന്നു. ഈ ഒരു ഡയലോഗ് നമ്മൾ എവിടെയോ കേട്ട മാതിരിയുണ്ട്. ഈ ഒരു സീൻ എവിടെയോ കണ്ട മാതിരി. എക്സാക്ട്ലി കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനിലെ സിദ്ദിഖിന്റെ ക്യാരക്ടറാണ്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു കഥ പറയാനുണ്ട് നമ്മുടെ കൂടെ ഇന്ന് സ്പോട്ട് ലൈറ്റിൽ ഇരിക്കുന്ന വ്യക്തിക്ക്. ആൻഡ് ഷീ ഈസ് അന്നും ഇന്നും എന്നും ബബ്ലി ഫേസ്. പിന്നെ മലയാളി തനിമയാണ്, പക്ഷെ ആൾ ആന്ധ്രാക്കാരിയാണ്. ഇനിയെങ്കിലും പറഞ്ഞൂടെ, ഈ ചിരിച്ച മുഖം കൊണ്ട് മാത്രം ഇരിക്കാണ്ട് ആരാണ് ഞാൻ? നമസ്കാരം, ഞാൻ രോഹിണിയാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ നോക്കിക്കോ എൻ്റെ മകൾ വരും എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അച്ഛൻ ഈ സിനിമാ മോഹമായിട്ട് നടക്കുമ്പോൾ ലൊക്കേഷൻ മുഴുവൻ കയറി ഇറങ്ങുമ്പോൾ അന്ന് നമുക്ക് ഇച്ചിരി പ്രായമുള്ളൂ, 5 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോ? അച്ഛൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ അച്ഛൻ്റെ കൂടെ പോവും. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ അച്ഛൻ ചെയ്യണതൊക്കെ ചെയ്യും. സംടൈംസ് ഹി യൂസ് ടു ടേക്ക് മീ വിത്ത് ഹിം. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അച്ഛൻ എന്തെങ്കിലും അവർക്ക് ഡയലോഗൊക്കെ പറഞ്ഞ് കാണിക്കണം. ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഇങ്ങനെ ഒരു പ്രൊഫൈൽ എന്നിട്ട് ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഫോട്ടോ ഒക്കെ കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും അച്ഛൻ എത്ര സ്മാർട്ടാണല്ലേ, എത്ര ഹാൻസം ആണല്ലേ എൻ്റെ അച്ഛൻ എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ അച്ഛന് അത്രയധികം ഒരു നല്ല ക്യാരക്ടർ ഒന്നുമേ ആ സമയത്ത് ഹി കുഡ് നോട്ട് ഗെറ്റ്. ആൻഡ് ഹി വാസ് വെരി പേഷ്യൻറ്റ്. അപ്പോൾ സഡൻലി ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. സോ വെൻ ഐ എം ഇൻ ദ ഫ്രണ്ട് ഓഫ് ക്യാമറ ഒരു പടം ചെയ്തു, കൃഷ്ണനായിട്ട് അഭിനയിച്ചു. അത് ഭയങ്കര ഹിറ്റായി. അതിനുശേഷം വന്ന സിനിമയൊക്കെ എനിക്കായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു കൊടുക്കും ഓൾ ഡയലോഗ്സ് ആൻഡ് ട്രെയിൻ അപ്പ് ചെയ്യും എന്നെ. ട്രെയിൻ അപ്പ് ചെയ്യുമ്പോൾ ഞാൻ അച്ഛൻ എന്ത് പറയണോ അത് അങ്ങനെ കേൾക്കും. ഒരു ഒരു തത്ത മാതിരി അച്ഛൻ പറയണ മാതിരി തന്നെ അവിടെ പോയി അത് കാണിച്ചു ഡയലോഗ് ഡെലിവറി ഒക്കെ നടത്തും. എന്നിട്ട് ഐ യൂസ് ടു ഗെറ്റ് ഭയങ്കര അപ്ലോസ് ഒക്കെ. മോസ്റ്റ്ലി ഐ ഡിഡ് ബോയ്സ് ക്യാരക്ടർ. ഇതൊക്കെ ഇപ്പോഴും കാണും, പഴയ പടങ്ങൾ. അതായത് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയതൊക്കെ ഇപ്പോഴും കാണും. See, what happened was, off late I think there are 2-3 interviews where in Telugu and Malayalam and Tamil, when they called me, they played all this. ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ നോട്ട് ബാഡ്. ഐ വാസ് ഏബിൾ ടു അത്ര വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ പറയാൻ പറ്റി. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ആ സമയത്ത് ഡബ്ബിംഗ് അല്ലേ ആയിരുന്നു, ലൈവ് സൗണ്ട് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്ന യശോദ കൃഷ്ണ എല്ലാം ലൈവ് സൗണ്ടാണ്. ഡബ്ബിങ് ഒരേ ഒരു ഷോട്ടിന് മാത്രം ഡബ്ബിങ്. ശ്രീദേവിയായിട്ട് ഞാൻ മാറുന്നുണ്ടല്ലോ, ഒരു ഷോട്ടിൽ ചെയ്തത് മാത്രം ഡബ്ബിങ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ദ ബേസിക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി. അപ്പോ ഐ ടെൽ എവ്രിബഡി that I had the fortunate enough to start with sync sound. ഇടയ്ക്ക് ഡബ്ബിങ് വന്നു, ഇപ്പോൾ പിന്നെയും സിങ്ക് സൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സോ എനിക്ക് പ്രശ്നമേ ഇല്ല, ബിക്കോസ് ഐ എം ട്രെയിൻഡ് ആസ് എ ചൈൽഡ് ഹൗ ടു പ്രൊജക്ട് യുവർ വോയിസ്. വോയിസ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഡിഫറെൻറ്റ് ഏരിയ ആണ്. ഡബ്ബിങ് കൂടെയാണ് അഭിനയം എന്ന് വന്നവർക്കൊക്കെ ഇത്തിരി പ്രോബ്ലം ഉണ്ട്. When we are doing sync sound, how to use your voice. അത് ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ശീലിച്ചുകൊണ്ടാണ് നമുക്ക് ഡബ്ബിംഗ് ഫീൽഡിലേക്കും ഒക്കെ പിന്നെ കടന്നു വരാൻ പറ്റിയത്, റൈറ്റ്? യാ. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് സ്പോട്ട് ലൈറ്റിൽ എന്ന് ചോദിച്ചാൽ രോഹിണി ഓട്ടത്തിലാണ് അല്ലേ? ഓട്ടം മൂവിയുടെ സെറ്റിൽ നിന്നാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഓട്ടം എന്ന് പറയുന്നത്, ഓട്ടം ഒരു നല്ല പേരാണ്. എന്താ പറയാ, ലൈഫിലെ ഓട്ടങ്ങൾ അതൊക്കെ തന്നെയോ ഈ സിനിമയുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്? ജീവിതത്തിലെ നമ്മളുടെ പല കാര്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ഒളിച്ചോട്ടമാവാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. വെരി ട്രൂ, വെരി ട്രൂ. അതുമാത്രമല്ല, നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതൽക്കേ ഓരോ ഇതൊന്നും സ്കൂളിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്, ഹൈസ്കൂൾ വരുമ്പോൾ എന്താണ്, വാട്ട് യു ഹാവ് ടു ചൂസ്, പിന്നെ കോളേജിലേക്കുള്ള ഓരോ ഓട്ടം,
എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ആ ഓട്ടപ്പന്തയത്തിൽ ഒരു ഇതുമാതിരി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബേസ്. ആൻഡ് ഓൾസോ ലൈക്ക് യു സെഡ്, ഹൗ വി റൺ അവേ ഫ്രം സർട്ടൻ തിങ്സ് ഇൻ ലൈഫ് ആൻഡ് ഹൗ വി റൺ ഫോർ തിങ്സ് ഇൻ ലൈഫ്. പുതിയ ഡയറക്ടർ വരുമ്പോൾ ഐ ഓൾവേസ് വാണ്ട് ടു ബി ദയർ ഇൻ ദ ഫിലിം. എന്താണെന്ന് വെച്ചാൽ പുതിയ ഡയറക്ടേഴ്സാണ് പുതിയ പുതിയ എനർജി, പുതിയ തോട്ട് പ്രോസസ്സോട് അവർ വരും. അവർക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഒന്നുമേ അവർക്കൊരു ക്ലീഷേസ് ഉണ്ടാവില്ല. ആ ക്ലീഷേസ് ഇല്ലാത്ത ഡയറക്ടർ വരുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ മോഡിലേക്ക് പോകാനുള്ള ഒരു അവകാശം കിട്ടുന്നത് പുതിയ ഡയറക്ടർ കിട്ടുമ്പോഴാണ്. ആൻഡ് ഇമാജിൻ ദ ഹോൾ യൂണിറ്റ് ഈസ് ന്യൂ. ദോ ഒരു എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ അത് വേറെ മാതിരിയുള്ള ഒരു കംഫർട്ടബിൾ ലെവൽ ഉണ്ടാവും. പക്ഷെ ആ കംഫർട്ട് ലെവൽ തന്നെ ചിലപ്പോൾ ടേക്സ് യു ഇൻ ടു വൺ ക്ലീഷേഡ് മോഡ്. നോട്ട് ഓൾവേസ്. മെനി ഡയറക്ടേഴ്സ്, ഇപ്പോൾ മണി സാറിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കൂടെ വി ഓൾവേസ് ട്രൈ ടു ഡു സംതിങ് ന്യൂ ടുഗെദർ ആൻഡ് വി വിൽ നെവർ fall back into the same. അന്ന് നമ്മൾ ചെയ്തില്ലേ അതുപോലെ. ഈവൻ മെൻ്റലി ഓൾസോ ദാറ്റ് കൈൻഡ് ഓഫ് വോയിസ് അതൊന്നുമേ വരില്ല. വി വിൽ ഓൾസോ ട്രൈ, നോ യു ക്യാൻ ബി മോർ റിയൽ എന്ന് പറയും, അല്ലെങ്കിൽ യു ക്യാൻ ബി മോർ ആനിമൽ ലൈക്ക് എന്ന് പറയും. ദോസ് ആർ ദി can you believe a director when you gives that kind of instruction? ഒരു ആനിമൽ ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ പെർഫോമൻസ് മാറിപ്പോവും. അങ്ങനെ കൊടുക്കുന്നത് വളരെ ലിബറേറ്റിംഗ് ആയിരിക്കും ഫോർ എൻ ആക്ടർ. സോ അതുമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് ഹംഗ്രി ടു ഡു ന്യൂ ഡയറക്ടേഴ്സ്. നമുക്ക് ഏത് പ്രായം മുതലാണ്? എനിക്കും ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ദ ഫസ്റ്റ് മൂവി ഐ ഡിഡ്, യശോദ കൃഷ്ണ, ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പോയ സ്ഥലത്തിലൊക്കെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് തിയേറ്റേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ ഹാരതിയൊക്കെ എടുത്തു, ഒരു കൃഷ്ണനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് വെരി വെരി ഫാസിനേറ്റിംഗ് ഫോർ മീ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ ധാരണ എന്താ, ഞാൻ കൃഷ്ണനാണ് എന്നായിരുന്നു എൻ്റെ ധാരണ. ഇനി അടുത്തൊരു ചോദ്യം, നമുക്കൊന്ന് പിന്നിലേക്ക് ഓടാൻ അവസരം കിട്ടിയിരുന്നെങ്കിലോ എന്നതാണ്. കാരണം നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം എന്താണെന്ന് പഠിക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് E=mc² എന്താണെന്ന് പഠിക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ 3 വർഷമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഇല്ല, ഐ മിസ്ഡ് ഗോയിങ് ടു സ്കൂൾ, ഐ മിസ്ഡ് ഗോയിങ് ടു കോളേജ്. എന്താണെന്ന് വെച്ചാൽ അതൊരു നോർമൽ ലൈഫാണല്ലോ. നോർമൽ കുട്ടികൾക്കൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ വയസ്സുകാരോട് ഞാൻ സ്പെഷ്യലാണ് എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇതൊന്നുമേ ഇല്ലാതെ നോർമൽ സി എന്നുള്ളത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഇടയ്ക്ക് പോയ ആ സ്കൂളിൽ പോയ ടൈമിൽ തന്നെ ഐ വാസ് ട്രീറ്റഡ് വെരി സ്പെഷ്യലി. അത് എനിക്ക് ആവശ്യമില്ലാത്ത ഒരു മണ്ടക്കനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ കുട്ടിപ്രായത്തിൽ ആവശ്യമില്ലാത്തതായിരുന്നു. അതേമാതിരി പക്ഷേ ആ സമയത്ത് നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടുണ്ട്. അത് ആ സമയത്ത് ഐ യൂസ് ടു ബ്രാഗ്, ഐ നോ ദിസ് ആക്ടർ, ഐ നോ ദാറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ചണ്ടയൊക്കെ ഉണ്ട്. Then college is what I really missed. I felt like I didn't have that age friends-ഉം. ആ സമയത്ത് അവർ പറയണതൊക്കെ ഒന്നുമേ മനസ്സിലാവില്ല. ഇപ്പോൾ റഹ്മാനൊക്കെ കുറേ സംസാരിക്കും അതിനെപ്പറ്റി. He used to talk to his contemporaries and all. They used to discuss about books. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ my father had a library. A library, from there I picked up. I used to go to public library, പുസ്തകങ്ങളൊക്കെ കുറേ വായിക്കുക. അപ്പോൾ എനിക്കൊരു ഇൻഫീരിയാരിറ്റി കോംപ്ലെക്സ്, ആ ഇൻഫീരിയാരിറ്റി കോംപ്ലെക്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നുള്ളതിനെ വാട്ട് ആൻഡ് ഓൾ കെൻ ഐ നോ ത്രൂ റീഡിങ് എന്നുള്ളത്. പക്ഷേ എനിക്ക് ദിസ് കൈൻഡ് ഓഫ് ടെക്നിക്കൽ ഇതൊന്നും അറിയില്ല, അൽജിബ്ര അറിയില്ല, പ്രോബബ്ലി ഓൾ ദാറ്റ്. But I know what a person needs to know to be a normal human being ആയിട്ട് അറിയാനുള്ളതൊക്കെ
വായിച്ചെടുത്തു. നമ്മൾ അതുവരെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് രോഹിണി എന്ന് പറയുന്ന ഒരു നായിക, ബേബി രോഹിണിയിൽ നിന്നൊരു നായിക രോഹിണി ഉണ്ടാവുന്നത് ഇവിടെ മലയാളത്തിലെ കക്കയിൽ നിന്നൊക്കെയാണ്. സോ അത് തന്നെയായിരുന്നു ഒരുപക്ഷെ ലൈഫിന്റെയും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. രഘുവരനെ മീറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഈ ഒരു കക്കയിൽ നിന്നാണ്. അപ്പം നമ്മളുടെ ഒരു മലയാളം എൻട്രി മലയാളത്തിൽ ഇപ്പോഴും ഇന്നും നമ്മളുടെ കൂടെ ഉണ്ട്. 2019 നമ്മൾ മലയാളത്തിലുണ്ട്. സോ ആ ഒരു ജേണി, മലയാളവുമായിട്ടുള്ള ഒരു റിലേഷൻ, ഇപ്പോഴും മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുമോ? വായിക്കും, എഴുതാൻ ഇനി ഇപ്പോൾ ഐ ഹാവ് നോട്ട് ഇത് ചെയ്താൽ ഒരു പക്ഷേ അറിയുമായിരിക്കും. ബിക്കോസ് ഐ യൂസ് ടു റൈറ്റ് ഇൻ മലയാളം ആൻഡ് വായിക്കും. ദെൻ മലയാളത്തോടെ എനിക്കുള്ള ഒരു റിലേഷൻഷിപ്പ്, കേരളത്തോടും മലയാളികളോടും എനിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ഇസ് സംതിങ് വെരി വെരി പേഴ്സണൽ ആൻഡ് വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ അങ്ങനെ സെക്കൻഡ് ഇത് രഘു ഈസ് ഫ്രം കേരള. സോ ദാറ്റ് വേ ഐ ഓൾസോ ബിക്കം മലയാളത്തിൻ്റെ മരുമകളായി, കേരളത്തിൻ്റെ മരുമകളായി എന്ന് പറയാമല്ലോ. അപ്പോൾ പിന്നെ ഋഷിയുടെ മലയാളമും കൂടിയാണല്ലോ. ഹി ഈസ് പാർട്ട് ഓഫ് കേരള. ഋഷി മലയാളം സംസാരിക്കുകയൊക്കെ ചെയ്യും, അവന് മനസ്സിലാവും. എന്താ വെച്ചാൽ രഘുവിൻ്റെ അമ്മയും വല്യമ്മയും ഇവരൊക്കെ എല്ലാവരും അവൻ്റെ അടുത്ത് മലയാളത്തിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു നമ്മളിപ്പോൾ ഇത്രയും നാളത്തെ വർക്കിൽ ഒരുപാട് ജനറേഷനെ നമ്മൾ കണ്ട് എപ്പോഴും പോകുന്നു. സോ ഈ ഒരു ന്യൂ ജനറേഷൻ മൂവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. ഇപ്പോഴുള്ള ന്യൂ ഡയറക്ടേഴ്സ്, ന്യൂ റൈറ്റേഴ്സ് ഇത്രയധികം ഒറിജിനൽ ഐഡിയാസുമായിട്ടും ഒറിജിനൽ ഫോമായിട്ടും വരുന്നു എന്നുള്ളത്. ആദ്യമേ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതാണ് ഭരതൻ സാറും അങ്ങനെ ഒരു വൺ ഡയറക്ടേഴ്സ് വേൾഡ് റിനൗണ്ട് ഡയറക്ടേഴ്സായിട്ട് മാറി നമ്മുടെ മലയാളത്തിൻ്റെ ഒരു അടയാളമായിട്ട് അവരുണ്ടായിരുന്നു. അതിൽ നിന്ന് സംവേർ ഇറ്റ് വെൻറ്റ് ഓഫ് ഇൻ ബിറ്റ്വീൻ. പക്ഷേ ഇപ്പോൾ പിന്നെയും ദിസ് ജനറേഷൻ ഐ റിയലി ഐ എം സോ ഹാപ്പി ടു സീ ദിസ് കൈൻഡ് ഓഫ് വർക്ക് ഫ്രം കേരള യങ്സ്റ്റേഴ്സ്. ഇതിൽ ടെക്നിക്കലായിട്ടും അവർ നല്ല ഇതിൽ തന്നെ ചെയ്യുന്നു. ദേ ആർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് ഫോളോയിങ് ഇൻ ടു ദി സെയിം ഓൾഡ് ഫോർമുല. അതൊന്നുമേ ഇല്ലാതെ അറ്റ് ദ സെയിം ടൈം ഗിവിങ് അസ് ഗുഡ് സിനിമ ആൻഡ് നമ്മളെ the cinema which really makes us feel good at the same time think എന്നുള്ളത്. ആൻഡ് ഓൾസോ വാട്ട് ഈസ് ദി ആർട്സ് ജോബ്, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടും കാണാത്തതും പോലെ പോകുന്ന ആ ഒരു ഏരിയാസിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഇത് കൊണ്ടൊന്ന് കാണിക്കുന്നതാണ് ആർട്ടിൻ്റെ ജോലി. അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വേ ഐ എം റിയലി ഹാപ്പി ടു സീ ദിസ് ന്യൂ ക്രോപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്ക് അതുപോലെ തന്നെ ഉള്ള വ്യത്യാസമാണ് സെറ്റുകളിലെ മാറ്റം. അന്ന് ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? എന്തൊക്കെയാണ് അന്നത്തെ സെറ്റുകളിലെ വ്യത്യാസം ഇന്നത്തെ സെറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ സെറ്റുകളിലും എനിക്ക് കാരവൻ ഇല്ല. ഈ പറയുന്ന നമ്മുടെ ഓട്ടത്തിന് ഷൂട്ടിങ്ങിലും ഞങ്ങൾക്ക് കാരവൻ ഇല്ല. ഫുൾ ക്രൂവിന് കാരവൻ ഇല്ല. കോളാമ്പി എന്ന് ഒരു പടം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ, ടി കെ രാജീവ് കുമാർ സാറിൻ്റെ. അതിനും കാരവൻ ഇല്ല. അതേമാതിരി ഞങ്ങൾ അപ്പോൾ ചെയ്ത ആ സിനിമയ്ക്കും ഒഴിവ് കാലമോ പറന്നോ ആ സിനിമയ്ക്കും കാരവൻ ഇല്ല. നോ കാരവൻ കൾച്ചർ. അപ്പോൾ എന്ത് നടക്കണമെന്ന് വെച്ചാൽ അവരവരുടെ റൂമിൽ പോയി തനിച്ച് ഏതോ ഞാനൊരു സ്റ്റാർ മാതിരി ഒരു ബിഹേവിയറും ഈ ഒരു തമിഴിലോ അല്ലെങ്കിൽ തെലുഗുവിലോ അത് ഉണ്ടല്ലോ, അതുമാതിരി മലയാളത്തിൽ മുമ്പിലുണ്ടായിരുന്നില്ല, ഇടയ്ക്ക് വന്നു. ഇപ്പോൾ തിരിച്ച് ഈ സെറ്റപ്പിൽ ഇല്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഒരു ടീമാകണം നമ്മൾ, ഡയറക്ടർ ആയിക്കോട്ടെ, all the other artists and assistant directors, assistant camera people, ആർട്ട്, പിന്നെ എല്ലാവരും നമ്മളൊരു ടീമാവണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഗോസിപ്പിങ്ങിന്റെ കാര്യവും അന്നും ഇന്നും എന്നും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കേട്ടിരിക്കുന്നത് റഹ്മാന്റെ കൂടെയുമാണ്. ബിക്കോസ് വാട്ട് വാസ് ദേർ ടു ഹൈഡ്? ദെർ വാസ് നത്തിങ് ടു ഹൈഡ്.
we used to laugh it off, like, you know, why they're, and he used to say, hey, look, they're looking at us. എന്നൊക്കെ പറയും. അതും ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കട്ടെ. അങ്ങനെ ഒന്നും ചെയ്തില്ല, അത് വേണം പറഞ്ഞിട്ട് ചെയ്തില്ല, പക്ഷെ വേണം പറഞ്ഞിട്ട് സംസാരിക്കാണ്ടൊന്നും ഇരുന്നിട്ടില്ല. ബിക്കോസ് അപ്പോൾ നമുക്ക് വെൻ വി വിൽ ബിക്കം വെരി കോൺഷ്യസ് ഓർ ഇതെന്ന് വെച്ചാൽ വി ആർ ഡൂയിങ് സംതിങ് വിച്ച് വി ആർ നോട്ട് സപ്പോസ് ടു എന്നുള്ളതുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേര് തമ്മിൽ അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല, ഒന്നുമേ ഇല്ല. വി വർ ജസ്റ്റ് ഫ്രണ്ട്സ്, വി വർ ജസ്റ്റ് കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ. ആൻഡ് ഞങ്ങൾ ചുറ്റിയുള്ളവർക്കും അതറിയാം, ഡയറക്ടേഴ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും. ദ ഹോൾ യൂണിറ്റ് ന്യൂ ദാറ്റ് വി വർ ജസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ജസ്റ്റ് ആക്ടിങ് മെനി മൂവീസ്, ഡൂയിങ് മെനി മൂവീസ് ടുഗെദർ. അപ്പോൾ അവരും അത് ഒരു വലിയ കാര്യമാക്കിയില്ല, ഞങ്ങൾക്കതൊരു കാര്യമായില്ല. ഓ, നമ്മളെ പറ്റി എഴുതുന്നു. ബിക്കോസ് വി ആർ ലൈക്ക് ദേ യൂസ് ടു റൈറ്റ് ശങ്കറിനെ പറ്റി, മേനകയെ പറ്റിയും ഒരുപാട് എഴുതി ആ സമയത്ത്. ഐ റിമെമ്പർ ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു പെണ്ണിങ്ങനെ, യുനോ, ഷി വാസ് ആസ്കിങ് യു ആൻഡ് റഹ്മാൻ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഈസ് ഹെർ പ്രോബ്ലം. She was also like, you know, my age only. Okay. And she was studying for doctor. അപ്പോൾ പറഞ്ഞു, he's so tall, you're so short. എങ്ങനെ നിങ്ങൾ നല്ല ജോഡി എന്നൊക്കെ പറയണു എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും, is she jealous? I think she was jealous. Maybe പുള്ളിക്കാരിക്കൊരു ക്രഷ് ഉണ്ടാവാം. അതെ. How can you be good ജോഡി for റഹ്മാൻ? അപ്പോൾ ഞാൻ വിചാരിക്കാം, ശരിയാണല്ലോ, ഞാൻ ഇത്ര ഒരു ഷോർട്ടും അവൻ നല്ല ടോളും, എങ്ങനെയാണെന്ന് ഞങ്ങൾ അവരുടെ, യുനോ, ഐഡിയൽ ജോഡി എന്നൊക്കെ പറയണത്. Your favorite pair in Malayalam movie? രേവതി മോഹൻലാൽ, നദിയ മമ്മുക്ക. ലേറ്റസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട മലയാളം മൂവി? കുമ്പളാങ്കി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. ഈ ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റിയ ആക്ടേഴ്സ്? ഫുഡി കാർത്തി, സൂര്യാസ് ബ്രദർ. വെരി ഫുഡി. ആഹാ. ഏത് സമയം ഫോണിൽ വിളിച്ചാലും കഴിച്ചുകൊണ്ടിരിക്കും. സ്ലീപ്പി? ഉർവശി. എപ്പോ നോക്കിയാലും ഉറങ്ങിക്കൊണ്ടിരിക്കും അവള്. സെറ്റില് ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് വന്ന ഉടനെ ഉറങ്ങും. എന്താടി ഇന്നലെ ഉറങ്ങണ?